എൻ്റെ പേര് ഷിൻസി. ഞാൻ പായിപ്പാട് ചങ്ങനാശ്ശേരി പായിപ്പാട് നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ജൂണിലാണ്. ആൻറ്റിയുടെ കൂടെയാണ് വരുന്നത്. പക്ഷെ അന്നേരം ഈ ഉടമ്പടി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള വലിയ ധാരണയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. 6 നിയോഗങ്ങൾ ഞാൻ എഴുതി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥന ചൊല്ലുമായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പം മുതൽ, അതിനു മുമ്പ് ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും മാക്സിമം കേൾക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഓരോന്ന് കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു ധാരണ വന്നത് എങ്ങനെയാണ് ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ രണ്ടാമത് വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ മുതലാണ് ഞാൻ കുറച്ചുകൂടെ ആത്മീയമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത്. എൻ്റെ ആദ്യത്തെ നിയോഗമെന്ന് പറയുന്നത് ഒരു 25 വർഷം മുമ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ വീടിൻ്റെ ആധാരം. എൻ്റെ പപ്പ എനിക്കൊരു വയസ്സുള്ളപ്പം എന്തോ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വന്നപ്പം പണയം വെച്ചു. അതൊരു പ്രൈവറ്റ് ഫിനാൻസിലായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ പിന്നെ അത് പപ്പയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളും ചോദിക്കുമായിരുന്നു പപ്പയോട്, എവിടെയാണ് വെച്ചിരിക്കുന്നത്, നമുക്ക് എടുക്കാം എന്ന് പറയുമ്പം പപ്പയ്ക്ക് ദേഷ്യമായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയില്ല, അത്രയും അഫോർഡ് ചെയ്യാൻ ഇപ്പം പറ്റില്ല എന്നുള്ളത് തോന്നലുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങളോട് എപ്പോഴും ദേഷ്യമായിരുന്നു. അപ്പോൾ അമ്മയും പപ്പയും കൂടെ എപ്പോഴും വഴക്കുണ്ടാക്കും ഇതിനെ ചൊല്ലി. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ ചോദ്യം നിർത്തി. പക്ഷെ എവിടെയാണ് എന്താണോ എന്നൊന്നും അറിയില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട് ഞങ്ങൾക്ക്. ഒരു 5 വർഷം മുമ്പ് പപ്പ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പം ഞങ്ങൾക്ക് അറിയില്ല എവിടെയാണ് എന്താണോ എന്നുള്ളതൊന്നും അറിയില്ല. പപ്പ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആരെങ്കിലും വന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ പ്രൂഫൊന്നും ഇല്ല അത് ഞങ്ങളുടെ ആണെന്ന് പറയാനായിട്ട്. എനിക്ക് 2 അനിയത്തിമാരും അമ്മയുമാണ് ഉള്ളത്. അപ്പം ആകെ വിഷമിച്ചു. അങ്ങനെയാണ് ഉടമ്പടിയിൽ നിയോഗം വെക്കുന്നതും കാര്യമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു അഡ്വക്കേറ്റിനെ തന്നെ ഈ കാര്യം ഏൽപ്പിച്ചു. പക്ഷേ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട് ആരുടെ കയ്യിലാണ് കൊടുത്തത്, അല്ലെങ്കിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അതുണ്ടോയെന്ന് തന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം എങ്ങനെയാണെന്ന് അറിയാത്തത് കാരണം അഡ്വക്കേറ്റും പറഞ്ഞ് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അന്നേരം 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പപ്പ മരണപ്പെടുന്നത്, നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം എനിക്ക് അഡ്വക്കേറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയാണെങ്കിലും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കാരണം ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതെങ്ങനെയാണ് മാതാവ് നടത്തി തന്നതെന്നുള്ളതാണ് അത്ഭുതം. അഡ്വക്കേറ്റ് വഴി മാതാവ് സഹായിച്ചു എന്ന് വേണം പറയാൻ. എവിടെയാണെന്നുള്ളത് അഡ്വക്കേറ്റിന് കണ്ടെത്തി കൊടുത്തു. ആരുടെ കയ്യിലാണോ എന്നുള്ളതും അറിഞ്ഞു. പക്ഷെ അറിഞ്ഞപ്പോൾ പപ്പ ആധാരം വെച്ചിരുന്ന ആളും ഓൾറെഡി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പപ്പയും മരണപ്പെട്ടു. ആ പുള്ളിക്കാരൻ്റെ മകൻ്റെ കയ്യിലായിരുന്നു ആധാരം. അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു. പഴയ ഒരു ഫിനാൻസ് കമ്പനി ആയിരുന്നു എന്നൊക്കെ അങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ കയ്യിലുണ്ട് എന്നുള്ളൊരു സമാധാനം വന്നപ്പോൾ ഞങ്ങൾക്ക് അത് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു. പിന്നത്തെ അഡ്വക്കേറ്റ് അന്വേഷിച്ചപ്പോൾ അതൊരു കേസിൽ കിടക്കുവാണ്. അവർ ഓൾറെഡി കേസ് എടുത്തിട്ടുണ്ടായിരുന്നു പപ്പ അത് പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിൽ. അപ്പോൾ അതങ്ങനെയും ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുപോലെ ഒരു തുകയാണ് അവർ ആവശ്യപ്പെട്ടത്. ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം രൂപ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാലേ തിരിച്ചു തരാൻ പറ്റുള്ളൂ, കേസിൽ നിന്ന് ഒരു തരവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്കൊട്ടും പറ്റുന്ന കാര്യമായിരുന്നില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എനിക്ക് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. അപ്പം ഞങ്ങൾ ആകപ്പാടെ വിഷമിച്ചു. അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 25,000 രൂപയ്ക്ക് അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ആധാരം ഞങ്ങൾക്ക് മാതാവ് തിരിച്ചു വാങ്ങിച്ചു തന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല, കോൺടാക്ട് ചെയ്തിട്ടില്ല. പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഞങ്ങൾക്ക് ആധാരം ഞങ്ങളുടെ കയ്യിൽ തിരികെ കിട്ടി. അതിൻ്റെ കേസുകളെല്ലാം കിട്ടി, കരമടയ്ക്കാൻ പറ്റി. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ സേഫായിട്ട് ഞങ്ങളുടെ ആധാരമുണ്ട്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഞങ്ങൾക്ക് അത്ഭുതമാണ്. അത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അത്രയും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി, ഏറ്റവും ഇളയ അനിയത്തിക്ക് പഠിക്കാനായിട്ട് ഒരു തടസ്സം നേരിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ +2 കഴിഞ്ഞപ്പോൾ ഒരു 1 ഇയർ അവൾക്ക് ഗ്യാപ്പായി. ഞങ്ങൾ 3 പേരെയും കൂടെ ഒരുമിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അവൾ 1 വർഷം ഗ്യാപ്പ് എടുത്ത് വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെ പഠിക്കും, എന്ത് പഠിക്കും എന്നുള്ള ഒരു ധാരണയില്ല. എങ്ങനെ പഠിപ്പിക്കും എന്നുള്ള ഒരു ഇതും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അവർക്കൊരു പഠിക്കാനായിട്ട് ഒരു സാഹചര്യം അമ്മ ഒരുക്കി കൊടുക്കണമേ എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് തന്നെ
അവളെ പഠിപ്പിക്കാൻ എന്ന് സമ്മതിച്ച് അവളെ പഠിപ്പിച്ചു. ഇപ്പോൾ അവളെ നഴ്സിംഗ് പൂർത്തിയാക്കി. അത് വലിയൊരു അനുഗ്രഹമാണ് അമ്മയുടെ. പിന്നെ അവൾക്ക്, എൻ്റെ ഇളയ അനിയത്തിക്ക് തന്നെ ബ്രസ്റ്റിൽ ഒരു ലംബ് ഉണ്ടായിരുന്നു 2022 തന്നെ. അത് US ചെയ്തപ്പോൾ ഫൈബ്രോ അഡിനോമ എന്നാണ് അവർ ഡയഗ്നോസ് ചെയ്തത്. ലംബ് എക്സിഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ലംബ് എക്സിഷൻ ചെയ്തു. അപ്പോൾ ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ബയോപ്സിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ നിയോഗം വെച്ചു, അമ്മയെ അവളുടെ ബയോപ്സി റിസൾട്ട് നോർമലാക്കി തരണേന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ നോർമൽ തന്നെയായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ അമ്മ മാതാവ് അവളെ അനുഗ്രഹിച്ചു. പക്ഷേ വേറൊരു കാര്യം, ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു അവൾ തിരിച്ചു പോയി. പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ടൊരു കോൾ അവളുടെ നിന്ന് വരുന്നു, അമ്മയെ പിന്നെയും അതുപോലൊരു ലംബ് അവിടെ ഉണ്ട്, എനിക്കിപ്പോഴും അത് തൊടുമ്പോൾ പിന്നെയും അങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആപ്പാടെ ഒന്നുകൂടെ വിഷമിച്ചു. ഞാൻ പറഞ്ഞു, നമുക്കിനി ഒരു ഡോക്ടറിൻ്റെ അടുത്തും പോകണ്ട, നമുക്ക് ഒരു സർജറിക്കും ഇനി ഒരു ഡോക്ടറിനെ നിന്നെ കൊണ്ട് കാണിക്കത്തില്ല, നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളാം അമ്മയോടെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തൈലം ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവൾ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളും ഇവിടെ കഠിനമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങോട്ട് തന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ ഇപ്പോൾ ആ ലംബ് അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചു, ഒന്നുകൂടെ നന്നായിട്ട് നോക്ക്, വൃത്തിയായിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഇപ്പോഴും ചോദിക്കാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും നിനക്ക് ഇപ്പോഴും അനുഭവപ്പെടാറുണ്ടോ ചോദിക്കുമ്പോൾ ഇപ്പം അങ്ങനെ ഒരു പ്രശ്നവും അവൾക്കില്ല. അത് തീർച്ചയായിട്ടും അമ്മ മാതാവ് അവളെ സൗഖ്യപ്പെടുത്തുന്നതാണെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. പിന്നെ അവളുടെ തന്നെ ജോലി, അവൾ പഠിച്ചിറങ്ങിയിട്ട് നാട്ടിൽ തന്നെ കയറാം എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായി ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ഓൾറെഡി ഫ്രഷേഴ്സിനെ എടുക്കുന്നില്ല, കേരളത്തിൽ എടുക്കുന്നില്ല എന്നുള്ളൊരു ഇൻ്റർവ്യൂ ഒത്തിരി അറ്റൻഡ് ചെയ്തു. പക്ഷേ ഫ്രഷേഴ്സിനെ ആർക്കും വേണ്ട, ഈ എക്സ്പീരിയൻസുകാരെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അവൾ ആകെ ഡിപ്രസ്ഡായി. ഞങ്ങളും ആകെപ്പാടെ വിഷമിച്ചു. കൂടെയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി, അപ്പോൾ ഇവൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നു. പുറത്തോട്ട് പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് തന്നെ പോകാൻ വയ്യ, പേടിയാണ്, പുറത്തോട്ട് തന്നെ പോകില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അതും ഞാൻ യോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അവൾ എൻ്റെ കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തത് ഞാനായിരുന്നു. അങ്ങനെ അവൾ പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾക്കൊരു പുറത്തോട്ട് പോകാനൊരു കൂട്ട് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് കേട്ടപ്പോൾ തന്നെ അവളുടെ കൂടെ പഠിച്ച് തന്നെ ഒരു കൊച്ച് അവളുടെ കൂടെ നമുക്ക് ഡൽഹിക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനം അവർ രണ്ടും കൂടെ എടുത്തു. അപ്പോൾ അവർക്കും സമാധാനമായി, അവളും പോകാം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് സന്തോഷത്തോടെ പറഞ്ഞു. ഞങ്ങൾക്ക് നിർബന്ധിച്ച് വിടാനൊരു മടിയായിരുന്നു. അങ്ങനെ അപ്പോൾ അത് സെറ്റായി. പിന്നെ അവൾക്കൊരു അവിടെ ഇൻ്റർവ്യൂവിന് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ വിളിച്ചില്ല. 2 ആഴ്ചയായിട്ടും വിളിക്കാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ഇവിടെ വന്ന്, ഞാൻ നിയോഗം വെച്ച് ഈ കാര്യം പ്രാർത്ഥിക്കാം, നീ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, എന്നാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ, നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇത് ചെയ്യുന്നത്, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവളെ ഞാനിവിടെ വിളിച്ചുകൊണ്ട് വന്നു. ഞാനങ്ങനെ നിയോഗം ജോലി വേണം എന്നുള്ള കാര്യം പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾക്ക് ഇവിടെ ഞങ്ങൾ നിയോഗം വെച്ച് പോയതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഡേറ്റ് കിട്ടി. ഇൻ്റർവ്യൂ അവൾക്ക് ടഫായിരുന്നു. ഞാൻ എൻ്റെ കാശ് രൂപം അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. കാശ് രൂപം കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കപ്പോൾ ഹിന്ദി അറിയില്ല. അപ്പോൾ അവർ കൂടുതൽ ഹിന്ദിയിലാണ് ഇങ്ങോട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്കൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരിച്ച്. പക്ഷെ അപ്പം ഞാനവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു അവൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അത്ഭുതം എന്ന് പറയട്ടെ, ഇൻ്റർവ്യൂ തീരാറായപ്പോഴത്തേക്ക് സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഫോൺ വെച്ചത്. ജോയിൻ ചെയ്യാൻ ഡേറ്റ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത്. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നത്തെ എൻ്റെ 2ാമത്തെ അനിയത്തിയുടെ ജോലിയായിരുന്നു. അവൾക്ക് ഒരു പ്രൈവറ്റ് ഫിനാൻസിലായിരുന്നു ജോലി. തുച്ഛമായ ശമ്പളമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ്സിന് പോയി വരണം, കുറച്ച് കഷ്ടപ്പാടായിരുന്നു. സന്ധ്യയാവും വീട്ടിൽ വരുമ്പോഴത്തേക്ക്. അപ്പം ഇവിടെ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, അവൾക്ക് കൂടുതൽ സാലറിയോടെ നല്ലൊരു ജോലി കൊടുക്കണമെന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ അവൾക്ക് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവളായിട്ട് തന്നെ റിസൈൻ വെക്കേണ്ട ഒരു സാഹചര്യം വന്നു. വേറൊരു ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ പോകണം എന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ചും കൂടെ ദൂരമായിരുന്നു. അപ്പം 6 മണിക്ക് വീട്ടിൽ വരേണ്ടാണ് 8 മണിയായാലും വീട്ടിൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അവിടെ പോയാൽ. അപ്പം അവൾ റിക്വസ്റ്റ് ചെയ്തിട്ടും അവർ പോകണം എന്ന് തന്നെ നിർബന്ധം പിടിച്ചു. അപ്പോൾ അവളായിട്ട് തന്നെ ആ ജോലി റിസൈൻ വെച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെയും വിഷമമായി. അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു. ഞാനും അവളും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നേരത്തെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞതാണ്. വേക്കൻസി ഇപ്പോൾ ഇല്ല, ആളെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. വേക്കൻസി ഇല്ലയെന്ന് പറഞ്ഞിട്ടും അവൾക്ക്
അവളുടെ ബയോഡേറ്റ അവരെടുത്തു, അവർ ജോലി ഇൻ്റർവ്യൂ ചെയ്തു, ജോലിക്ക് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. ഇപ്പം വീടിനടുത്തൊരു 15 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. അതിനേക്കാട്ടിലും കൂടുതൽ സാലറിയോടെ തന്നെ 15 മിനിറ്റ് നടന്നാൽ മതി അവർക്ക് ജോലി സ്ഥലത്ത് എല്ലാം. അങ്ങനെ ജോലി നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. തൊട്ടടുത്തുള്ള വീട്ടിലെ ആൻറ്റിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 മാസം മുമ്പ് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു. അപ്പം വീട്ടിൽ വരുന്നത് റൈൽസ് ട്യൂബ് ഇട്ട് കത്തീറ്ററൊക്കെ ഇട്ടാണ് വരുന്നത്. വീട്ടിൽ ആൻറ്റിയുടെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കെയർ ചെയ്യാനായിട്ട്, വേറെ മക്കളോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അടുത്തുണ്ട്, ഞങ്ങളെ കഴിയുമ്പോൾ ഞങ്ങൾ സഹായിക്കുമായിരുന്നു, പോയി ഫീഡ് ചെയ്യുമായിരുന്നു, പോയി കുളിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, മരുന്നൊക്കെ കൊടുക്കും, ഫുഡ് കൊടുക്കും. അങ്ങനെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആൻറ്റിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, പെട്ടെന്ന് അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഒരു ബെഡിൽ കിടക്കുന്ന കാണുമ്പോൾ എപ്പോഴും ഞങ്ങളെ വിളിച്ച് കരയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പം ആൻറ്റിയുടെ ഈ സൗഖ്യം ഒരു നിയോഗമായിട്ട് വെച്ചു. ഈ ജൂൺ തീരുന്നതിന് മുമ്പ് അമ്മേ ആൻറ്റിക്ക് കൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റണം, 2 കാലിൽ ആൻറ്റി ബലത്തോടെ നടന്ന് കാണണം, അതിന് അമ്മ അനുഗ്രഹിക്കണം എന്നുള്ള നിയോഗം ഞാൻ വെച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഫോളോ അപ്പിന് ചെന്നപ്പോൾ റൈൽസ് ട്യൂബ് അവരെടുത്തു. ആൻറ്റിക്ക് ഫുഡ് കൊണ്ട് കഴിക്കാനിപ്പോൾ പറ്റുന്നുണ്ട്. ഏറ്റവും അത്ഭുതം എന്ന് പറയട്ടെ, ഈ 2 ആഴ്ചയായിട്ട് ആൻറ്റി സ്വന്തമായിട്ട് ആരുടെയും ഹെൽപ്പ് കൂടാതെ ധൈര്യത്തോടെ ബലത്തോടെ 2 കാലിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത്. ഞാൻ വെച്ച സമയത്തിന് മുമ്പ് തന്നെ അമ്മ എനിക്കത് സാധിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പം ഇത് ഞാൻ ഉടമ്പടി എടുത്ത് തൈലം ആൻറ്റി അന്ന് തന്നെ ആൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ട് തൈലം ആൻറ്റിയുടെ നെറ്റിയുടെ തൊട്ട് പ്രാർത്ഥിച്ചു, മുട്ടിലൊക്കെ തൊട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആൻറ്റി ഞാൻ ഉടമ്പടിയിൽ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഉറപ്പായിട്ടും ആൻറ്റിയെ സുഖപ്പെടുത്തും, ആൻറ്റി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് ചെല്ലുമ്പം ഞാൻ തൈലം ആൻറ്റിയുടെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, മുട്ടിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിക്കും ഭയങ്കര വിശ്വാസമായിരുന്നു അമ്മയിൽ. എൻ്റെ കൂടെ ഇവിടെ കുറച്ചുകൂടെ ആരോഗ്യമൊക്കെ നല്ലപോലെ ആയിട്ട് എൻ്റെ കൂടെ ഇവിടെ വരാമെന്ന് ആൻറ്റി വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആൻറ്റീനെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യമാണ്, പക്ഷേ അത് ഉടമ്പടിയിലായിരുന്നപ്പോൾ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് കിണർ ഇല്ലായിരുന്നു, സ്വന്തമായിട്ട് കിണറുണ്ടായിരുന്നില്ല. അപ്പം അമ്മ ഒരു 25 വർഷമായിട്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും കാണുമ്പോൾ സങ്കടമുണ്ട്, പക്ഷെ ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴും ഒന്നും അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ആവശ്യത്തിനും അമ്മ അപ്പുറത്തുനിന്ന് വെള്ളം കോരിക്കൊണ്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പം 2 വർഷം മുമ്പ് പെട്ടെന്നൊരു കിണർ കുഴിക്കുക എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആയിരുന്നില്ല. പക്ഷെ അപ്പോൾ അത് സങ്കടം ഉണ്ടായിരുന്നു, അമ്മേനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു കിണർ ഒരാൾ ഉണക്കിൻ്റെ സമയത്ത് കിണർ കുഴിക്കാൻ വന്നപ്പം അമ്മയോട് ചോദിച്ചു, കിണർ കുഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പം പൈസ ഇല്ല, ഇപ്പം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു, അങ്ങൾ വന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. പക്ഷേ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ അന്നേരം ഫിനാൻഷ്യലി ഒന്നും കണ്ടോണ്ടല്ല ഞാൻ പറഞ്ഞത്, സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥാനം കാണാൻ വന്നപ്പം നമ്മുടെ ഉടമ്പടി ഉപ്പ് അവിടെ ഞാൻ ബെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇട്ടു. അങ്ങനെയാണ് അവർ പണി തുടങ്ങുന്നത്. പെട്ടെന്ന് തന്നെ വെള്ളം കണ്ടു. അത്ഭുതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഉണക്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വെള്ളം വറ്റായിരുന്നു. തൊട്ടിയിൽ കോരാൻ പോലും വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കിണറ്റിൽ മാത്രം ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്കറിയത്തില്ല. മാതാവ് തന്ന അനുഗ്രഹം ആയതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് ഇപ്പോഴും ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തൊട്ടിയിൽ കോരാൻ പോലും വെള്ളം ഉണ്ടായിരുന്നില്ല. അതാണ് വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. എൻ്റെ ആത്മീയ ജീവിതം എങ്ങനെ ഉടമ്പടിയിലൂടെ നന്നായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുർബാനയിൽ കുറച്ചുകൂടെ ആത്മീയമായിട്ട് ഒരുങ്ങി സജീവമായിട്ട് പങ്കെടുക്കാൻ പറ്റി. ഞായറാഴ്ചകളിൽ മാത്രം ഒരുങ്ങിയിരുന്ന കുർബാന എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഡ്യൂട്ടി ഇല്ലാത്തപ്പോഴൊക്കെ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. ക്രമമായിട്ട് കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കൊന്ത കൂടുതൽ ചൊല്ലാനുള്ള ഒരു അനുഗ്രഹം തന്നു. കുടുംബ പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങിയിരുന്ന കൊന്തയാണ്. ഇപ്പം സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് കൊന്ത ചൊല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബൈബിൾ വായിക്കാൻ എന്നും അരമണിക്കൂർ കൃത്യമായിട്ട് ഞാൻ ബൈബിൾ വായിക്കും. അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ ബൈബിൾ വായിക്കും. ഒരു ബൈബിൾ ഞാൻ ഫുള്ള് വായിച്ചു കഴിഞ്ഞു. ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല ബൈബിൾ ഫുള്ള് വായിച്ച് തീർക്കാൻ പറ്റും എന്നുള്ളത്. അത് ഈ ഉടമ്പടിയിലായിരുന്നതിൻ്റെ ഫലമായിട്ട് മാത്രമാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഇപ്പോൾ 2ാമത് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ബൈബിൾ വായിക്കാൻ. പിന്നെ സ്വയം പ്രേരിത പ്രാർത്ഥന മുടക്കാറില്ല. ഇപ്പോൾ ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു 20 മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലാത്ത പോലെയാണ്. അപ്പം ആ സമയത്ത് തന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിക്കും. അപ്പം കുറച്ചുകൂടെ വിശ്വാസം ആഴപ്പെടുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ആദ്യം എല്ലാവരെയും പോലെ തന്നെ പത്രം കൊടുക്കാനൊക്കെ മടിയായിരുന്നു. എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് വിഷമമാണ്, പിന്നെ പെട്ടെന്ന് കൊടുക്കാൻ മടിയാണ്. അപ്പം അങ്ങനെയായിരുന്നു. ഞാനപ്പോൾ അതൊരു നിയോഗമായിട്ട് ഇവിടെ വെച്ചു. എന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തികളും യാതൊരു മടിയും കൂടാതെ ചെയ്യാൻ അമ്മയെ അനുഗ്രഹിക്കണേ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നിയോഗം.
എപ്പോഴും ഈ കാശ് രൂപ എൻ്റെ കൂടെ കാണും. അത് കൂടുമ്പോൾ ഉള്ള ഒരു ധൈര്യം തന്നെയാണ്. അപ്പം എപ്പോൾ പോയാലും ഞാൻ ഇതുമായിട്ടാണ് പോവുക. അതിന് മുമ്പ് ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആവശ്യമുള്ള മക്കളുടേക്ക് മാത്രമേ ഈ പത്രം കൊടുക്കാൻ എനിക്ക് സാധിക്കണേ എന്നുള്ളത്. അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ യാതൊരു മടിയില്ല. കുറേ പേരൊക്കെ വാങ്ങിക്കും, എന്തെങ്കിലുമൊക്കെ പറയും, വാങ്ങിച്ചിട്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ വെച്ചിട്ട് പോകാറുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഒരു വിഷയമല്ല. ഞാനിപ്പം പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ആവശ്യമായ മക്കൾക്ക് ആ അമ്മ പത്രം എൻ്റെ കയ്യിലൂടെ എത്തിക്കണേ എന്നുള്ളത് മാത്രമാണ്. അതിപ്പോൾ എനിക്ക് ധൈര്യപൂർവ്വം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. വഴിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു എന്ന് ഇവിടെ അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ 1 വയസ്സിൽ തങ്ങളുടെ ആധാരം ആർക്ക് കൊടുത്തുവെന്നോ എവിടെ പോയി എന്നോ അറിയത്തില്ലാത്ത ഒരു സാഹചര്യം, 25 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് എവിടെയാണെന്ന് അറിയില്ല. തങ്ങൾക്ക് സ്വന്തമായിട്ട് ഉള്ള ഭവനമാണ്, എന്നാൽ അതിൻ്റെ ആധാരം കയ്യിലില്ലാത്തത് കാരണം ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തുകളൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും. പപ്പ ആണ് അത് ആധാരം പണയപ്പെടുത്തിയത്. എന്നാൽ പപ്പയും മരണപ്പെട്ടു. പപ്പ ആധാരം വെച്ച ആളും മരിച്ചു. എവിടെയാണെന്ന് അറിയില്ലാത്തപ്പോഴാണ് പിന്നീട് ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വയ്ക്കുമ്പോൾ അമ്മ മാതാവ് അതെങ്ങനെ ഈ മക്കളുടെ കൈകളിൽ സുരക്ഷിതമായി എത്തിച്ചു. അതും കുറച്ചധികം പൈസ വേണമെന്ന് പറഞ്ഞു, കേസാണെന്ന് പറഞ്ഞു. എന്നാൽ അതൊന്നുമില്ലാതെ എല്ലാം വളരെ സുതാര്യമായിട്ട് അമ്മ മാതാവ് ഇവർക്ക് വേണ്ടി വാദിക്കുകയാണ്. അതുകൊണ്ടാണ് നാം അമ്മ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുന്നയാളാണെന്ന് പറയുക. അമ്മ നമുക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെ പോകണമെങ്കിൽ അവിടെയെല്ലാം അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് സാക്ഷ്യം പറയുന്നവരാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ കോടതിയിൽ വന്നു, അല്ലെങ്കിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കേസിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ യാതൊരു ചാൻസും ഇല്ലായിരുന്നു. എന്നാൽ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾക്കത് വിജയിക്കാൻ സാധിച്ചു. അത് തള്ളിക്കളഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായും അമ്മയുടെ ആ ഒരു സാന്ത്വനം, അമ്മയുടെ ഒരു കരുതൽ നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുക. അങ്ങനെ സുരക്ഷിതമായിട്ട് തങ്ങളുടെ ആധാരം കിട്ടുകയാണ്. പിന്നീട് തനിക്ക് തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥിക്കുവാനും താൻ എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് തൻ്റെ ആത്മീയ ജീവിതമൊക്കെ എങ്ങനെ, എന്നാൽ ഇന്ന് ആ ആത്മീയ ജീവിതം ആ പേരിന് മാത്രമായിരുന്ന ഒരു ജീവിതമായിരുന്നെങ്കിൽ ഇന്ന് അനുഭവത്തിലൂടെ താൻ എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു പ്രേക്ഷിതയാകുന്നു, അതൊക്കെ ഒരു നിയോഗമായിട്ട് വെക്കുകയാണ്. തനിക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രേക്ഷിതയാകണം, അതിനുവേണ്ടി തനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ തന്നെ ഉപയോഗിക്കണം. ഇതൊക്കെ ഈ മകൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. തൻ്റെ അനുജത്തിമാരുടെ കാര്യം, വീട്ടിലെ ഓരോ അവസ്ഥകൾ, ഇതൊക്കെ എങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രം ലഭിച്ച കാര്യങ്ങളായിട്ട് ഈ മകൾ പറയുന്നു. അനിയത്തിയുടെ രോഗസൗഖ്യമൊക്കെ. അങ്ങനെ ഏറ്റവും നവീകരിക്കപ്പെട്ട വ്യക്തികളായിട്ട് ഇവിടെ വന്ന് ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ ഇന്നും കരുതുന്ന ദൈവമാണ്, സത്യദൈവമാണ്. നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലെ ഏറ്റവും വിശ്വസ്തതയുള്ളവരാകാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.